കണ്ണൂരിൽ ബോംബിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ആൾതാമസമില്ലാത്ത വീടുകളുടെയും പറമ്പുകളുടെയും പട്ടിക തയ്യാറാക്കുന്നു. വ്യാപക പരിശോധനയ്ക്കായി പ്രത്യേക ടീമിനെ നിയോഗിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിക്കാനിടയായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബോംബിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് പ്രത്യേക ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? കൃഷ്ണന്തു, തലശ്ശേരി എരഞ്ഞോളി കൊടക്കാളത്ത് ബോംബ് പൊട്ടി വൃദ്ധൻ മരിക്കാനിടയായ സംഭവത്തിൽ ഊർജിത അന്വേഷണമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ, പറമ്പുകൾ എന്നിവയുടെ പട്ടിക തയ്യാറാക്കാൻ കമ്മീഷണർ സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പട്ടിക തയ്യാറായാൽ ഉടൻ തന്നെ പ്രത്യേക ടീമിനെ നിയോഗിച്ച് വ്യാപക പരിശോധന നടത്താനാണ് തീരുമാനം. ബോംബിന്റെ ഉറവിടം കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതോടൊപ്പം ബോംബ് ഒളിപ്പിക്കാൻ ആരെങ്കിലും സഹായം നൽകുന്നു എങ്കിൽ അത്തരക്കാരെയും കേസിൽ പ്രതികളാക്കും എന്നതാണ് ഇപ്പോൾ പോലീസ് എടുത്തിട്ടുള്ള തീരുമാനം. ബോംബ് ഒളിപ്പിക്കാൻ മൗനാനുവാദം നൽകുന്നവരെയും കണ്ടെത്തും. ബോംബ് നിർമ്മാണം ചില കേന്ദ്രങ്ങളിൽ ഇപ്പോഴും നടക്കുന്നു എന്നതിന്റെ തെളിവാണ് പാനൂരിലുണ്ടായ, കുന്നോത്തുപറമ്പിലുണ്ടായ ബോംബ് സ്ഫോടനം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടന്നു വരികയാണ്. ആ സംഭവത്തിന് ശേഷം ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വ്യാപക പരിശോധനകൾ നടന്നു വന്നിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതായത് ആൾതാമസം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ബോംബ് ഒളിപ്പിക്കുന്നതായ സൂചനകൾ വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായ ഒരു പരിശോധനക്കും പട്ടിക തയ്യാറാക്കിയുള്ള ഒരു പരിശോധനയ്ക്ക് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വ്യാപക പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ബോംബ് അവിടെ ആ പറമ്പിൽ എങ്ങനെ, ആളൊഴിഞ്ഞ പറമ്പിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പക്ഷെ ആ ഭാഗത്തൊക്കെ CCTV ക്യാമറകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ എങ്ങനെ അവിടെ എത്തി എന്നത് കണ്ടെത്തുക വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം തന്നെ നടന്നു വരുന്നുണ്ട് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്നും കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണന്തു, മനോജ്, ഈ ഒരു വിഷയം ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിലും ഉന്നയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞു. അടിയന്തര പ്രമേയമായാണ് ഉന്നയിച്ചത്. കണ്ണൂരിലെ ബോംബ് പോലീസിനെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. പോലീസ് നിഷ്ക്രിയമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഇന്നലെ ഒരു നിരപരാധി മരിക്കാനിടയായ ഒരു സംഭവം ഉണ്ടായി. ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഗൗരവമായി തന്നെ സർക്കാർ കാണണം. ഇത് ഗൗരവമായി കാണാത്തത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA കുറ്റപ്പെടുത്തിയത്. പ്രതിപക്ഷം ഒന്നടങ്കം CPM-നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത്. പക്ഷെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകി. മുഖ്യമന്ത്രി പറഞ്ഞു, കണ്ണൂരിൽ തീർത്തും സമാധാനപരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. വ്യാപക പരിശോധന നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് ഏതെങ്കിലും കുറ്റവാളികൾക്കെതിരെ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഉണ്ടാകില്ല, കർശനമായ നടപടികൾ ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. പാനൂരിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം, ആ സംഭവത്തിലും പ്രതികളെ എല്ലാം തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കർശനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ സമാധാനം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ ക്രമസമാധാന പ്രശ്നവും കണ്ണൂരിൽ ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ബോംബ് പൊട്ടി ഒരു നിരപരാധി മരിക്കാനിടയായ സംഭവത്തിൽ ഊർജിത അന്വേഷണം നടന്നു വരുന്നുണ്ട്. വ്യാപക പരിശോധനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.
പ്രതിപക്ഷം ഇത് നിയമസഭയിൽ ഉയർത്തി എന്നുള്ളത് CPM-നെതിരെയുള്ള ഒരു ആയുധമാക്കി അവർ ഉപയോഗിക്കുകയാണ്. ബോംബ് നിർമ്മാണം CPM-ഉം BJP-യുമാണ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം ഉള്ളത്. എന്നാൽ അതിന് മറുപടിയായി നേരത്തെ DCC ഓഫീസിൽ ബോംബിന്റെ കഥ ഒരു വാരിക പുറത്തു കൊണ്ടുവന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെയും വിമർശിക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി ഈ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ട്.